ഹായ് നമസ്കാരം, അഭിലാഷാട്ടയാണ്. എല്ലാവർക്കും നമസ്കാരം, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഞാനിപ്പോൾ എല്ലാവരോടും സോറി പറയുകയാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടത് അയാൾ തെറി വിളിച്ചത്, അയാൾ അതുപോലത്തെ വീഡിയോസാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരു വീഡിയോ അല്ല, ഒരുപാട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ആദ്യമേ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ അയാളുടെ മെസ്സഞ്ചറിൽ പോയി പറഞ്ഞതാണ്. അപ്പോൾ അയാൾ മാപ്പ് പറഞ്ഞു, സോറി പറഞ്ഞു, ഇനി വീഡിയോ ഇടില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി വീണ്ടും വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്ര നേരം ഒരാൾ കേട്ടുകൊണ്ടിരിക്കുന്നത്? സത്യം പറയാം, അയാൾ വിളിക്കുന്ന തെറി കേൾക്കാത്തതുകൊണ്ടാണെന്ന് അറിയില്ല. ചിലർ പറയാണ് ഇയാളുടെ തെറിയാണ് കേൾക്കുന്നതെന്ന്. ഒന്ന് ഓർത്ത് നോക്കി, നമ്മൾ എന്തോരം നേരം കേട്ടിരിക്കുന്നത്. നമ്മളും പറഞ്ഞു പോയില്ലേ, അതാണ് സംഭവിച്ചത്. എല്ലാവരും വേറെ ഒന്നും വിചാരിക്കരുത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, സോഷ്യൽ മീഡിയയിൽ വന്ന് പെട്ടത്. ഞാനും മിമിക്രി ചെയ്തിരുന്നൊരു കലാകാരനാണ്, സ്റ്റേജ് പ്രോഗ്രാം ചെയ്തിരുന്നൊരു കലാകാരനാണ്. പക്ഷേ എനിക്കെന്തോ ചാൻസ് കിട്ടിയില്ല. അപ്പം എവിടേക്കോ എങ്ങനെയൊക്കെയോ സോഷ്യൽ മീഡിയയിൽ വരാൻ പറ്റി. പിന്നെ നമ്മൾ നല്ലൊരു പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ അതൊന്നും അവർ പോസ്റ്റ് ചെയ്യില്ല. എന്തെങ്കിലും ഓടുന്നോ ചാടുന്നോ കോമാളിത്തരം കാണിക്കുന്നതാണ് അവർ ഇടുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് മുന്നോട്ട് പോയി. പിന്നെ നമ്മൾ ഒരുപാട് തെറി വിളിക്കുന്നവർക്ക് മറുപടി കൊടുത്തില്ലെങ്കിൽ അറിയാമല്ലോ, അതുകൊണ്ട് ഞാനും അതാണ് ചെയ്തോളൂ. പുള്ളി ഇപ്പോഴും വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പല വീഡിയോയിലും ഞാൻ പറഞ്ഞായിരുന്നു, ആളുടെ മെസ്സഞ്ചറിൽ ഇട്ടേക്കണ വോയിസ് എല്ലാം ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തന്നു. ആൾ ഇനി വീഡിയോ ഇടില്ല എന്ന് പറഞ്ഞ് സോറി പറഞ്ഞാണ്. പക്ഷേ വീണ്ടും അയാൾ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണെന്ന് എനിക്കറിയില്ല, റീച്ചിനാണോ വേറെ എന്താണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും അയാൾ പറഞ്ഞു നമ്മളെന്തിനാണ് വീഡിയോ ഇടണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് വേദനിപ്പിക്കുന്ന കുറേ വാക്കുകൾ അയാൾ പറഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഒന്നും വേറൊന്നും വിചാരിക്കരുത്. അവസരങ്ങൾ കിട്ടാണ്ട് വന്നപ്പോൾ അറിയാം, ഒരുപാട് സിനിമയ്ക്ക് വേണ്ടിയും അതുപോലെ തന്നെ മിമിക്രിക്ക് വേണ്ടിയും ഒക്കെ അലയുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. അവർക്കൊക്കെ അറിയാം. ഒന്നും ആവാണ്ട് വരുന്നവർക്കറിയാം. ഒരു കൊച്ചു ഷോർട്ട് ഫിലിം ചെയ്ത് മുന്നോട്ട് പോകുന്നവർക്കറിയാം അതിൻ്റെ ഒരു വേദനയും വിഷമം. അപ്പോൾ ചിലർ പറയാറുണ്ട് കമൻറ്റിലൂടെ, നിങ്ങൾ നല്ലൊരു ചാൻസ് വെച്ചാൽ കിട്ടിയാലല്ലേ, ചാൻസ് വെച്ചാൽ കിട്ടുമെന്നില്ലെന്നേ. ഞാൻ ഓടിച്ചെന്ന് സിനിമയിലൊന്നും കയറാൻ പറ്റിയിരുന്നെങ്കിലോ. അപ്പോൾ എന്തായാലും നല്ലൊരു അവസരം വന്നാൽ തീർച്ചയായിട്ടും, ഈ വീഡിയോ കാണുന്നവർ നല്ലൊരു അവസരം വന്നാൽ തീർച്ചയായിട്ടും അതിൻ്റെ പുറകെ തന്നെയാണ് പോവുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. അയാളോട് ഞാൻ അത്ര ഇതായിട്ട് പറഞ്ഞ് വേറൊന്നുമല്ല. അയാൾ വീണ്ടും വീഡിയോ ഇട്ടിരിക്കുക. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അയാളോടൊന്ന് പറ, വീഡിയോ നിർത്താൻ പറ, നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ. പിന്നെ തിരുവനന്തപുരം എന്ന് പറയുന്ന ഗ്രാമത്തിലുള്ളവർ നല്ലവരാണ് എന്ന് എനിക്കറിയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഞാനവിടെ കോമഡി സ്റ്റാർസിലൊക്കെ ഞാൻ പോയിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ അയാൾ പറഞ്ഞു തിരുവനന്തപുരംകാരോട് കളിക്കല്ലേ എന്നൊക്കെ പറഞ്ഞാണ്. ഞാനെന്തിനാണ് അവരോട് കളിക്കണത്? ഈ ഒരുത്തം മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അവരോടൊന്ന് കളിക്കാനാണ്. അവനപ്പോൾ എന്തിനാണ് ഉദ്ദേശം എന്ന് മനസ്സിലായി. കാരണം ഒരു നാടിനെ തന്നെ പറഞ്ഞുകൊണ്ടാണ് അവൻ വീഡിയോ ഇട്ടിരിക്കുന്നത്. തിരുവനന്തപുരത്തുള്ളവർ എനിക്ക് സപ്പോർട്ട് ചെയ്തുള്ളൂ. കോമഡി സ്റ്റാർസിൽ ഞാൻ ചെല്ലുമ്പോഴേക്കും അവിടെ ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു. ഇപ്പോഴും കോൺടാക്ട്സ് ഉണ്ട് അവരായിട്ട്. ഇവൻ മാത്രം എന്താണെന്നുള്ളത് നിങ്ങൾ ശരിക്കും ആ വീഡിയോയും കാര്യങ്ങളും ഇവൻ്റെ പ്രവൃത്തിയും കണ്ടാൽ മനസ്സിലാവും. ഒരു കൊച്ചിൻ്റെ പേരിലാണ് അക്കൗണ്ട് തുടങ്ങിയത്. എന്നിട്ട് അതിനകത്ത് ഈ വീഡിയോ ഇപ്പോൾ ആ കൊച്ചു കാണുന്നില്ലേ, അമ്മമാർ കാണുന്നു, പെങ്ങന്മാരും എല്ലാം കാണുന്നില്ല, ഇവൻ തെറി വിളിക്കുന്നത്. ഇവൻ പറയുന്നത് ഞങ്ങളുടെ വീഡിയോ ആണ് എല്ലാവരും കാണുന്നതെന്ന്. എല്ലാവരും കാണുന്നത് ഞങ്ങളുടെ വീഡിയോ ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവൻ പറയുന്ന തെറി ആരും കേൾക്കുന്നില്ലേ? നിങ്ങൾ തന്നെ ചിന്തിക്കുക. ഞാൻ വോയിസും കാര്യങ്ങളൊക്കെ ഞാനിട്ട വീഡിയോ ഉണ്ട്. അതിനകത്ത് ഇയാൾ വീഡിയോ ഇടില്ല എന്ന് പറഞ്ഞവരുണ്ട്. എന്നിട്ടാണ് വേറെ രീതിയിൽ ഇയാൾ കാണിച്ചു വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മനസ്സിലാക്കുക. നിങ്ങൾക്ക് അയാൾ അറിയുമെങ്കിൽ അയാളോട് പറയുക, വീഡിയോ ഇടൽ നിർത്താൻ പറയുക. കാരണം വേറൊന്നുമല്ല, നമ്മളെന്തെങ്കിലും പറഞ്ഞു പോയിട്ട് നിങ്ങൾ പറയരുത്, വീണ്ടും തെറി പറയാൻ പോയെന്ന് എന്നോട് പറയരുത്. ഓക്കെ കൂട്ടുകാരെ.